ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും ഉറപ്പും ഏതു സമയത്തും ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെല്ലാം എന്നതാണ്. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ പ്രവേശനം പരിമിതമായിരുന്നു. ഭയത്തോടെ മാത്രമേ മനുഷ്യന് ദൈവത്തോട് സമീപിപ്പാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ യേശുവിലൂടെ ഇപ്പോൾ നമുക്ക് തുറന്ന ഒരു വഴിയുണ്ട്. യേശുവിലൂടെ ഭയമില്ലാതെ, സംശയമില്ലാതെ, ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ കഴിയും. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് കൃപ ലഭിപ്പാനും ആവശ്യ സമയത്ത് സഹായം ലഭിപ്പാനുമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുർബലതകളും ഉത്തരമില്ലാത്ത സാഹചര്യങ്ങളും വരും. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം ദൈവസന്നിധിയാണ്. നമ്മെ മനസ്സിലാക്കുന്ന യേശു സദാ നമ്മോട് കൂടെയുണ്ട്. യേശു നമ്മുടെ ജീവിതം അനുഭവിച്ചവനാണ്. നമ്മുടെ വേദനകൾ യഥാർത്ഥമായി അറിഞ്ഞവനാണ്. അതിനാൽ ഒരിക്കലും യേശു നമ്മെ നിരസിക്കുകയില്ല. യേശു വിശുദ്ധനായതിനാൽ നമ്മെ സഹായിപ്പാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിഷയം എന്തുമാകട്ടെ, ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം നൽകിയ ഒരു കർത്താവ് നമുക്കുണ്ട്.